വലതിന് ജയിക്കാൻ പറ്റില്ലെങ്കിൽ ഇടതിന് വോട്ട് ചെയ്യുക, ഇടതിന് ജയിക്കാൻ പറ്റില്ലെങ്കിൽ വലതിന് വോട്ട് ചെയ്യുക. ജനങ്ങൾ അങ്ങനെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് ആരാധന അങ്ങനെ വലുതായിട്ട് സ്ത്രീകൾക്കുണ്ടോന്ന് തോന്നുന്നില്ല. നെയ്യാറ്റിൻകര സിറ്റി പോലും ആക്കാൻ കഴിയാത്ത ഒരു MP തലസ്ഥാനത്ത് ആവശ്യമില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ പൊതുവിലുള്ള അഭിപ്രായം. ഇവിടെ 4 വട്ടമുണ്ട്, അത് ഞങ്ങൾ ചന്ദ്രശേഖരനെ കൊടുക്കുകയുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു മാറ്റം വരട്ടെ, അതുകൊണ്ട് മാത്രം. തലസ്ഥാന നഗരിയിലെ ഇങ്ങേ അറ്റത്താണ്. ഇവിടെയും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയം അങ്ങ് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരെല്ലാവരും ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ്. തലസ്ഥാന നഗരം കഴിഞ്ഞ 3 വർഷം ശശി തരൂരിന്റെ കൂടെ ആയിരുന്നു. ഇനി ഈ വർഷം ആരുടെ കൂടെ ആയിരിക്കണം ഈ നമ്മുടെ തലസ്ഥാന നഗരം നിൽക്കുക എന്നാണ് എല്ലാവർക്കും അറിയാണത്. ഒരുപാട് പേരുടെ ഉണ്ട്, ഒരുപാട് പേർക്ക് അവരുടെ അഭിപ്രായങ്ങളുണ്ട്. എന്നാലും ഒരു ചൂട് ചായ കുടിച്ച് നമുക്ക് ആരംഭിക്കാം. ആരോടൊപ്പമായിരിക്കും ഈ കുഞ്ഞു നാട്, ഈ കുഞ്ഞു ഗ്രാമം നിൽക്കുക എന്ന് അവരോട് നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ ജയിച്ചു വരണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം. പക്ഷേ നമ്മുടെ ശശി തരൂർ 2-3 പ്രാവശ്യം ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൂടെ 3 പ്രാവശ്യം നിന്നതിൽ 2 പ്രാവശ്യവും MP ആകുകയും 1 പ്രാവശ്യം അദ്ദേഹം മന്ത്രിയാകുകയും ചെയ്തു. അന്ന് ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് സിംഗപ്പൂർ സിറ്റിയാക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. പക്ഷേ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നെയ്യാറ്റിൻകര സിറ്റി പോലും ആക്കാൻ കഴിയാത്ത ഒരു MP ഈ കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാനത്ത് ആവശ്യമില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ പൊതുവിലുള്ള അഭിപ്രായം. രണ്ടാമത് പന്ന്യൻ രവീന്ദ്രൻ, അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അദ്ദേഹം ഇവിടെ MP ആയി. അദ്ദേഹത്തിൻ്റെ വികസന മികവ് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തിനെ കൊണ്ടും ഇത് കഴിയില്ല. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കൊണ്ട് BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഇവിടെ ഒരു വികസനം ഉണ്ടാകാൻ കഴിയുള്ളൂ എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ധാരണ. അത് പൂർണ്ണമായും നടപ്പിലാക്കും രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള നിലയിൽ ആണ് ഇന്ന് ജനങ്ങളുടെ നിഗമനം. അത് പൂർണ്ണമായും അത് വിജയിക്കും. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ നിലനിന്ന് പോകുന്നത്. ഇത് ഒരു മാറ്റം വരും എന്തായാലും, അത് മാറ്റം അനിവാര്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണ, ഞാനിന്നൊരു കർഷകനാണ്, കൂലിപ്പണി ചെയ്താണ് എനിക്ക് 2 മക്കളെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഒക്കെ ഇരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഭരിക്കുന്ന ഭരണകർത്താക്കൾ പിൻവാതിൽ കൂടി നിയമനമാണ് ഇവിടെ ആഗ്രഹിച്ച് നിയമനങ്ങൾ നടത്തുന്നത്. PSC കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത ഒരു ഘട്ടമായി മാറിയിരിക്കുകയാണ്. അതിനും ഒരു അറുതി വരുത്തണമെന്നാണ് ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട കർഷകർ പറയുന്നത്. അതിനും ഒരു അറുതി വേണം, അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇലക്ഷൻ നല്ല രീതിയിലാണ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിലാണ് പോണേ. നമുക്ക് 100% വിജയപ്രതീക്ഷയുണ്ട്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തന്നെ ജയിക്കും. കാരണം ഈ 3 സ്ഥാനാർത്ഥിയെക്കാളും ഏറ്റവും കഴിവുള്ളതും, അതുപോലെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അതുപോലെ ഇനിയും അദ്ദേഹം തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹവും. അതുപോലെ അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും ഞങ്ങളുടെ വിശ്വാസവും അത് തന്നെയാണ്, അദ്ദേഹം തന്നെ വരണം. അതെ, ശശി തരൂരുണ്ടായിരുന്നു. ശശി തരൂരിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. കാരണം എല്ലാ ജനങ്ങളും ഇപ്പം തന്നെ നല്ല അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ചുണ്ട്. കാരണം നല്ല അഭിപ്രായം ഞാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിന് ആകെ ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ എൻ്റെ ഒറ്റശേഖര പഞ്ചായത്തിൽ തന്നെ പറയാം, പെറ്റ് ഷെഡ് സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഹൈമാസ് ലൈറ്റ്. അല്ലാതെ ഒരു വികസന പ്രവർത്തനം പോലും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വലിയ ഷോമാനായിട്ട് വരും, ഷോമാനാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം മേക്കപ്പും ഒക്കെ കാര്യമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു ഷോമാൻ എന്ന് തന്നെ പറയാം. കാരണം വികസന പ്രവർത്തനം ഒന്നും നടന്നിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ, മത്സ്യത്തൊഴിലാളികളുടെ കാണിച്ച അവഗണന എല്ലാം അറിയാം. പക്ഷെ നമ്മുടെ ആരാധ്യനായ നമ്മുടെ സ്ഥാനാർത്ഥി അദ്ദേഹം അവിടെ പോയി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും അവിടെ നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ ഇലക്ഷന് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്ത അന്ന് മുതൽ തന്നെ അദ്ദേഹം സജീവ പ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പം പുതുതായി ആദ്യം എല്ലാവർക്കും അറിയില്ല, കേന്ദ്രമന്ത്രിയാണ്, എന്നാൽ പോലും ആൾക്കാർക്ക് ഒരു അപരിചിതനായ വ്യക്തിയെ പോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ ആളുകൾ അടുത്തറിയുന്നുണ്ട് അദ്ദേഹത്തെ. തീർച്ചയായും അദ്ദേഹം തന്നെ വിജയിക്കും. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളൂ.
ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ സ്ത്രീ അതായത് ശശി തരൂരിന് ഏറ്റവും കൂടുതലും ശശി തരൂരിനെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണെന്ന് പറയുന്നുണ്ട്. ഒരുപാട് സ്ത്രീ വോട്ടർമാർ. താങ്കളുടെ അഭിപ്രായത്തിൽ? എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിനോട് ആരാധന അങ്ങനെ വലുതായിട്ട് സ്ത്രീകൾക്കുണ്ടോന്ന് തോന്നുന്നില്ല. കാര്യം പൊതുവെ തന്നെ എല്ലാവരും നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കാര്യം നമ്മുടെ BJP നിൽക്കുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. പക്ഷേ നമ്മുടെ ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് സ്ത്രീകൾക്ക് പ്രത്യേക ആരാധന ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തോന്നാണ് അദ്ദേഹത്തിന് ആരാധന തോന്നാൻ എന്തുകൊണ്ടിരിക്കുന്നു? ആദ്യം നമ്മുടെ ഭരണത്തിൽ അധികാരത്തിൽ കയറിയാന്നു നമ്മുടെ തിരുവനന്തപുരം ജില്ല ബാഴ്സലോണയാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഒരു വികസന പ്രവർത്തനം നടന്നില്ല. അദ്ദേഹത്തിന് ഒരു റോഡ് പോലും നേരെ ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് വികസനമോ മറ്റു ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല, കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ LDF സ്ഥാനാർത്ഥി അയക്കുന്ന പന്ന്യൻ രവീന്ദ്രൻ, അദ്ദേഹവും വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ആളാണ്. പ്രത്യേകിച്ച് പറയാം, പാവപ്പെട്ട മനുഷ്യനായിരിക്കും, പക്ഷെ വിദ്യാഭ്യാസം ഒന്നുമില്ല. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ MB ആയി പോയിരിക്കുന്ന ആൾ കൃത്യമായി നല്ല ഭാഷ അറിയാന്നുള്ള ആളായിരിക്കണം. അവിടെ എന്തുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് വികസന പ്രവർത്തനം വേണമെന്നും എന്താവശ്യം ഉന്നയിക്കാൻ വിദ്യാഭ്യാസം പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. അതുകൊണ്ടെങ്കിൽ മാത്രമേ അവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം പ്രധാനമായും ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഞാൻ ആൾക്കാരായിട്ട് സംസാരത്തിലൂടെ മനസ്സിലാക്കിയ കാര്യം, നമ്മുടെ BJP സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തന്നെയാണ് ജയിക്കാൻ സാധ്യതയെന്നാണ് എല്ലായിടും എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതുവരെ. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ തൊഴിലുറപ്പ് മേഖല വഴി ഇപ്പോൾ ശമ്പളം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 350 രൂപയോട് അടുപ്പിച്ച് ശമ്പളമുണ്ട്. കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഇത്രയും ഒരു കൊറോണ സമയം വന്നപ്പോൾ എപ്പോഴായാലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പൈസ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജീവിച്ചു പോകണമെന്ന് തന്നെ പറയാം. ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ 7 മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് ജനങ്ങൾ ആകെ വലഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. സ്ത്രീകൾ ഉൾപ്പെടെ നമ്മുടെ എല്ലാ ജനങ്ങളും കഷ്ടത അനുഭവിച്ച് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ കിസാൻ സമ്മാൻ നിധി, ഇതെല്ലാം കേന്ദ്രം നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെല്ലാം സുകന്യ സമൃദ്ധി യോജന, അതും പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സ്ത്രീകളെ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്ന സ്ത്രീകൾ വരെ അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ കേന്ദ്രം നടപ്പിലാക്കുന്നത്. നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഭരണം തുടങ്ങിയ അന്ന് മുതൽ തന്നെ അദ്ദേഹം നമുക്ക് ഒരുപാട് ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി. അത് ഇനിയും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു MB പോയി കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ട വികസനം എല്ലാം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷയല്ല, ശരിയായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ, അതുകൊണ്ട് നമുക്കിവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും തൊഴിലവസരം കുറവാണ്. തൊഴിലവസരം കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കേന്ദ്രമന്ത്രി, നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും IT കോളേജ്, നഴ്സിംഗ് കോളേജ്, ഒരുപാട് എയിംസ്, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്കൊരു എയിംസ് എന്ന് പറയുന്ന സ്ഥാപനം. കാര്യം ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് അത് വന്നു കഴിഞ്ഞാൽ കുറേ കുഞ്ഞുങ്ങൾക്ക് അവിടെ ജോലിയാവും. അതുപോലെ തന്നെ IT പാർക്ക് നമ്മൾ കഴക്കൂട്ടത്തുണ്ട് ഇപ്പം. അതുപോലെ നമുക്ക് നമ്മുടെ ഒരു പ്രദേശത്ത് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ 1 ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ നാട് മാറ്റം വരണം. ഇതുവരെ ഒരു മാറ്റവും ഇവിടെ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ളതല്ലാതെ കേരളത്തിൽ ഒരു മാറ്റവും പ്രത്യേകിച്ച് ഉണ്ടാകില്ല. വൻകിട കമ്പനികൾ ഇവിടെ വന്നാലും ഇവിടെ നിലനിർത്തി കൊണ്ടുപോകാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ സമ്മതിക്കുകയില്ല. അവരെന്തെങ്കിലും തടസ്സം പറഞ്ഞ് അത് മാറ്റി വിട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങനെ ആവാൻ പാടില്ല. ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു തുടങ്ങി. തീർച്ചയായും നമുക്ക് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊരു സ്ഥാനാർത്ഥി ജയിച്ചു പോകണം. അദ്ദേഹം ജയിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ പ്രാർത്ഥനയും. കർഷകർ എന്ന നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ സാർ വന്നു കഴിഞ്ഞാൽ കർഷകർക്ക് മുൻഗണന ഉണ്ടാവും. ഇവിടെ കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ആ പദ്ധതി നേരിട്ട് കേരളത്തിലെത്തുകയും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ സാറാണ് ജയിച്ചു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് അത് പറയാൻ കാരണം. ഈ രാജീവ് ചന്ദ്രശേഖറിന് ജയിക്കണം എന്ന് പറയുമ്പോൾ ഈ കർഷകരാണ് നമുക്ക് കാണാം ഒരുപാട്. അപ്പൊ നമുക്ക് അതിലൊക്കെ ഒരു മാറ്റം വരാനുള്ള സാധ്യത ഉണ്ടാവും. അതായത് കർഷകർ നിലയിൽ തങ്ങളുടെ ഉത്പാദനം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും. നമുക്ക് ഉത്പാദനം ഇതിൽ നിന്ന് കൂടുതലായിട്ടും താല്പര്യമില്ല. പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഈ രംഗത്ത് വരാൻ കഴിയുകയും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും ഇവർക്ക് കഴിയും. കഴിഞ്ഞ 3 വർഷം ശശി തരൂരായിരുന്നല്ലോ, അതിന് മുൻപ് O രാജഗോപാലും ഉണ്ടായിരുന്നു. ശശി തരൂർ വന്നപ്പോൾ എന്തെങ്കിലും ഒരു MB എന്ന നിലയിൽ ഒരുപാട് പേര് പറയുന്നത് വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുപാട് മാറ്റം വരും. എംപിക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അതില്ല എന്ന് പറയുന്നത്. ശശി തരൂർ സാർ MB വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ അറിയാം. അതെല്ലാം ശരിയാണ്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ആ രീതിയിലുള്ള വികസനം തിരുവനന്തപുരം ജില്ലയ്ക്ക് മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആരാ, എവിടെ കിടക്കുന്ന ആളാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. പുള്ളി കേരളീയനാണല്ലോ.
കേരളത്തിൽ നിന്ന് മറു സ്ഥലത്തേക്ക് താമസം മാറി എന്നുള്ള ആ ഒരു വ്യത്യാസമല്ലല്ലോ. അല്ലാതെ മലയാളിയല്ല എന്ന് പറയാൻ ഒക്കില്ലല്ലോ. മലയാളിയാണല്ലോ തിരുവനന്തപുരം ജില്ലയിൽ വന്ന് മത്സരിക്കുന്നത്. പിന്നെ കേന്ദ്രമന്ത്രിയും കൂടെ അല്ലേ. ആ ഒരു പരിഗണന എപ്പോഴായിരുന്നാലും കേരളത്തിലുള്ള തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. അറിയാം. ഇപ്പോഴും വാർത്ത 10 മിനിറ്റ് ടി വി വാർത്ത കാണുന്ന ഏതൊരു വ്യക്തിക്കും പുള്ളിയെ കുറിച്ച് അറിയാൻ കഴിയും. ശശി തരൂരാണല്ലോ കഴിഞ്ഞ 3 വർഷം നമ്മുടെ തിരുവനന്തപുരത്ത് സംസ്ഥാനത്തിന്റെ MP. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഒരു വല്ലാത്തൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഗ്ലാമർ താരമാണ്. അതാണ്. അപ്പൊ ഇങ്ങനെ താങ്കളുടെ അഭിപ്രായം ഈ ഒരു തെരഞ്ഞെടുപ്പ്? ഇപ്പൊ ഒരു 5 കൊല്ലത്തിനകത്ത് ഈ തിരുവനന്തപുരം മണ്ഡലം ഈ ഒറ്റശേരങ്ങൾ പഞ്ചായത്തിൽ ഒരു അംഗൻവാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് ബ്ലോക്കിന്റെ ഫണ്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന് വന്നതിന് അറിയില്ല. പിന്നെ എനിക്ക് 56 വയസ്സുണ്ട്. ഈ പ്രദേശത്ത് പൈപ്പ് വന്നത് ഇപ്പോഴാണ്. ശുദ്ധജലത്തിന്റെ പൈപ്പ് വന്നത് ഇപ്പോഴാണ്. മോദി വരേണ്ടി വന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാൻ എന്താ, റോഡ് സൗകര്യങ്ങൾ കണ്ടില്ലേ? ഇത് 3 ബസ് ഓടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു ബസ്സിലായി. റോഡ് മോശമായതുകൊണ്ട് ആ കണ്ടീഷനാണ്. കേരളത്തിൽ BJP കൂടെ വന്നെങ്കിൽ നല്ലതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗ്രാമപ്രദേശങ്ങൾ എത്തിയിട്ടില്ല. തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങോട്ടൊക്കെ ചെന്ന് നോക്കണം. നിങ്ങൾ കാണണം, റോഡൊക്കെ ഒന്ന് കാണണം. ഒരു 75 കൊല്ലം കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ് ആനക്കുഴി എന്ന് പറയുന്നത്. പൈപ്പ് ഇട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇതുവരെ വെള്ളം ചെന്നിട്ടില്ല. അങ്ങോട്ട് ചെന്ന് നോക്കണം. അങ്ങനെയുള്ള കണ്ടീഷനാണ്. പിന്നെ ബാക്കിയുള്ള കാര്യമൊന്നും പറയാനില്ല. കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ തന്നെ MP നമ്മുടെ തലസ്ഥാനത്തുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ വേഗത്തിൽ സംശയം തോന്നുന്നു. അവിടുന്ന് ഫണ്ട് കിട്ടും. ഒരു ഇച്ഛാശക്തി ഉണ്ടാവും. ആനുകൂല്യം വാങ്ങിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ മനസ്സിലാക്കും. അതാണ് ഏറ്റവും അത്യാവശ്യം. അല്ലാതെ കേന്ദ്രത്തിലൊരു പാർട്ടിയും ഈ മണ്ഡലത്തിൽ വേറൊരു പാർട്ടിയായ ഒന്നും നടക്കില്ല. MP ഫണ്ട് വെച്ചൊന്നും ചെയ്യാനും കഴിയില്ല. അത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതനുസരിച്ച് ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നെ എനിക്കൊരു 56 വയസ്സായി. ഇതൊരു ആനുകൂല്യം കിട്ടിയെന്ന് പറഞ്ഞാൽ 32,000 രൂപ കിട്ടിയിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന്. വേറെ ഒരു ആനുകൂല്യം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നവരെ ഇവിടെ കൊണ്ടുവരണമെന്നാണ്. ജനങ്ങളൊന്ന് മറിച്ച് ചിന്തിക്കണം. 15 കൊല്ലമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കണം. ഒന്ന് കാണണം. അങ്ങോട്ട് ഞാൻ കണ്ടാലേ അറിയാവൂ. ഒരു 150 വീട്ടുകാർ വെള്ളം ശുദ്ധജലം കിട്ടാതെ വിഷമിക്കുകയാണ്. പൈപ്പ് കുഴിച്ചിട്ടുണ്ട്. ഇതുവരെ കിട്ടിയില്ല. അതാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അതാണ് പറയാനുള്ളത്. അതാണ് പറയേണ്ടത്. പിന്നെ അടുത്തെന്താണ്? അതായത് എന്നിട്ടും ഇപ്പൊ നമ്മുടെ ദുഃഖം നമുക്കറിയാം അല്ലെ. പക്ഷെ പുറത്തു നോക്കുന്നവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ജയസാധ്യത നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിലും വളരെ കുറവാണെന്നാണ്. അത് സമയമാകുമ്പോൾ വോട്ടൊക്കെ തിരിച്ചു ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ്. വലതിന് ജയിക്കാൻ പറ്റില്ലെങ്കിൽ ഇടതിന് വോട്ട് ചെയ്യുക, ഇടതിന് ജയിക്കാൻ പറ്റില്ലെങ്കിൽ വലതിന് വോട്ട് ചെയ്യുക. ജനങ്ങൾ അങ്ങനെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ മറിച്ച് ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ 4 വോട്ടുണ്ട്. അത് ഞങ്ങൾ ചന്ദ്രശേഖരനെ കൊടുക്കുകയുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു മാറ്റം വരട്ടെ. അതുകൊണ്ട് മാത്രം. വേറൊന്നും ചിന്തിട്ടില്ല. ഹരിതാഭയും പച്ചപ്പൂരും മാത്രമല്ല, ഇവിടത്തെ ആൾക്കാർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആർക്കായിരിക്കും അവരുടെ വോട്ട് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. കേട്ടില്ലേ? ഇതൊക്കെയാണ് ഈ നാട്ടുമ്പുറത്തെ ആൾക്കാരുടെ ചിന്ത. ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പലരും ചോദിച്ചിരുന്നു. പക്ഷെ ഇവിടുത്തെ നാട്ടുകാർക്ക് പോലും അറിയാം ആരാ രാജീവ് ചന്ദ്രശേഖർ. രാഷ്ട്രീയമായി പാർട്ടിയോ അങ്ങനെ ഒന്നിനോടും ചായ്വായി സംസാരിക്കുകയല്ല. ഇവിടുത്തെ ഈ നാട്ടിലെ ആൾക്കാർ പറഞ്ഞത് ഇതൊക്കെയാണ്. അവരുടെ കാഴ്ചപ്പാട് ഇതായിരുന്നു. മറ്റൊരു നാട്ടിൽ മറ്റൊരു ദേശത്ത് അവരുടെ കാഴ്ചപ്പാട് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് അറിയാം.